ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ വരുന്ന ഡിസംബറിൽ CMA ഇൻ്റർമീഡിയറ്റ് എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിക്കോട്ടെ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് ആയിക്കോട്ടെ, ഈ അറ്റംപ്റ്റോടുകൂടി നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഡ്രീം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനുള്ളൊരു സൊല്യൂഷൻ, അതിലേക്കുള്ളൊരു പാത്ത്, അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് നിങ്ങളുടെ സ്വപ്നമാണ്, നിങ്ങൾ ഒരുപാട് അറ്റംപ്റ്റ് ആയി, ഇനി അതല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ ഫസ്റ്റ് ബാച്ച്, അതായത് ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ബാച്ച് ജൂലൈ 6 സ്റ്റാർട്ട് ചെയ്തിരുന്നു. വളരെ വലിയൊരു സപ്പോർട്ടാണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായത്. എന്താ പറയുക, എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് ജോയിൻ ചെയ്ത ഒരു വലിയ ബാച്ച് തന്നെയായിരുന്നു ഇപ്പോൾ ജൂലൈ 6 സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുന്നുണ്ട്. എന്നെ കറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്ത് എന്താണ് നിങ്ങളുടെ ലെവൽ, ഓരോ ദിവസത്തിലും എങ്ങനെയാണ് അവർ പഠിക്കുന്നത്, കംപ്ലീറ്റ് ആവുന്നുണ്ടോ തുടങ്ങി അപ് ടു ഡേറ്റ് അവരുടെ ആ ഒരു ലെവൽ എങ്ങനെയാണെന്നുള്ളത് എന്നെ ഇൻഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ബാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം 6 തുടങ്ങിയ ബാച്ചിന് ശേഷം ഒരുപാട് എൻക്വയറി വന്നു. കുറച്ച് പേരൊക്കെ ഞാൻ 6 ബാച്ചിൽ തന്നെ ആഡ് ഓൺ ചെയ്തു. പക്ഷേ 10 ശേഷം വന്ന എൻക്വയറിയിലെ സ്റ്റുഡൻസിനെ ഒന്നും നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസത്തിൻ്റെ ഒരു ഡിഫറൻസ് വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് ബാച്ചാണ് ജൂലൈ 24 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡ് ബാച്ച് ഫോർ CMA ഇൻ്റർമീഡിയറ്റ് ഡിസംബർ 26 എക്സാംസ്. ഇത് നമ്മുടെ സെക്കൻഡ് ബാച്ചാണ്. റിസൾട്ട് വരുന്നതിന് മുന്നേയുള്ള ഫസ്റ്റ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ടായി. സെക്കൻഡ് ബാച്ചിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ബാച്ച് സ്റ്റാർട്ടാകുന്നത് ജൂലൈ 24 അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഡെയിലി ടൈം ടേബിൾസ് ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും ക്ലാസ്സസ് പോവുക. സിംഗിൾ ഗ്രൂപ്പിനാണെങ്കിൽ ഡെയിലി ഒരു 1.5 അവറേ ക്ലാസ് ഉള്ളൂ. ബോത്ത് ഗ്രൂപ്പിനാണെങ്കിൽ ഡെയിലി ഒരു 2 അവർ ക്ലാസ് ഉണ്ടാകത്തുള്ളൂ. വളരെ കൂളായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വരുന്ന ഡിസംബറിൽ നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് അത്രയും ഫ്രീ ആയി നിന്നുകൊണ്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതിനുവേണ്ട A to Z നിങ്ങൾക്ക് ഹെൽപ്പുകളൊക്കെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. ജസ്റ്റ് ക്ലാസ്സസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസോ മാത്രമല്ല, ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് എത്ര നല്ല റിസോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്കൊരു മെൻ്റൽ സപ്പോർട്ടും കൂടി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ഈ ഒരു ജേണിയിൽ. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് എത്ര നല്ല റിസോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ, നമ്മളൊന്ന് ഡീമോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഷോൾഡർ, നമുക്കൊന്ന് നമ്മുടെ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾ നമുക്ക് ഉണ്ടാവണം, ഒരു ലിസണർ നമുക്ക് ഉണ്ടാവണം. അതാണ് എല്ലാ സ്റ്റുഡൻസും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്ന ഒരു സ്ട്രാറ്റജി, അതിൻ്റെ നോട്ട്സ്, MCQ ബാങ്ക്, കഴിഞ്ഞ 7 അറ്റംപ്റ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒക്കെ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഫ്രം സീറോ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കാം, വാട്സാപ്പ് ത്രൂ അത് ക്ലിയർ ചെയ്ത് കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട മെൻറ്റർഷിപ്പ് സപ്പോർട്ട് എക്സാംസ് കഴിയുന്നത് വരെയും നിങ്ങൾക്ക് ഉണ്ടാകും. ആൻഡ് ഈ തരുന്ന ക്ലാസ്സിൻ്റെ വാലിഡിറ്റി ഡിസംബർ 30 വരെയാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ബാച്ചിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ഇതിൻ്റെ ഫീ വന്നിട്ട് സിംഗിൾ ഗ്രൂപ്പിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യുമെങ്കിൽ 4500, ബോത്ത് ഗ്രൂപ്പിനാണെങ്കിൽ 9000 ആണ് വരുന്നത്. അപ്പോൾ പല സ്റ്റുഡൻസിനും ഇപ്പോൾ മനസ്സിലുള്ളൊരു ഡൗട്ടായിരിക്കും, ബോത്ത് ഗ്രൂപ്പൊക്കെ ഈ ഒരു ചെറിയ പീരീഡിൽ പറ്റുമോ എന്നുള്ളത്. ഇത്രയും ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പോസിബിൾ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും പോസിബിൾ ആണ്. ഇപ്പോൾ ജൂലൈ 6 ബാച്ചിൽ തുടങ്ങിയ കുട്ടികൾക്ക് ബോത്ത് ഗ്രൂപ്പിൽ ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റും വളരെ എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ നടക്കുന്നുണ്ട്. 2 ടൈംസ് റിവിഷനായി. അപ്പോൾ അത്രയും അവരും അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും എഫക്റ്റീവ് ആകുന്ന ഒരു സ്ട്രാറ്റജി വെച്ചിട്ടേ നമ്മൾ പഠിപ്പിക്കുള്ളൂ. ഓവർ സ്ട്രെസ്ഡ് ആക്കിയിട്ടോ ഹെക്റ്റിക് ആക്കിയിട്ടോ ഒന്നും ചെയ്യാനില്ല. കൂളായിട്ട് നിന്നുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള സിലബസ് കവർ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം. മാക്സിമം നിങ്ങൾ ഈ ഒരു തരുന്ന ക്വസ്റ്റ്യൻസും റിസോഴ്സസും എത്ര തവണ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, റിപ്പീറ്റ് ചെയ്തത് ചെയ്യുന്നിടത്തോളം നിങ്ങൾ അത്രയും സക്സസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. ജൂലൈ 24 നിങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഒരു ബാച്ചൊക്കെയാണ് മിക്കപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈമും ഇതേപോലെ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നപ്പോൾ വീണ്ടും ഒരു ബാച്ച് ഇടേണ്ടി വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഗെയിൻ നമ്മളൊരു ബാച്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എനിക്കറിയാം ഒരുപാട് പേർക്ക് ക്യാഷിൻ്റെ ഇഷ്യൂ ഒക്കെ കാരണം കുറച്ച് ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ ജോയിൻ ചെയ്യാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. സോ ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കാം. നിങ്ങളുടെ ക്യാഷ് പോയെന്നോ അത്തരത്തിലുള്ള യാതൊരുവിധ റിഗ്രറ്റ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് അത്രയും വേർത്ത് ആയിരിക്കും ക്ലാസ്. നോട്ട്സൊക്കെ അത്രയും സ്പെസിഫിക് ആണ്. വാരി വലിച്ചുള്ള നോട്ട്സോ അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള നോട്ട്സോ അല്ല ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ക്രിസ്പായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോട്ട്സാണ്. സോ അതുകൊണ്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്കിത്
ജോയിൻ ചെയ്തത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. നല്ലപോലെ പഠിക്കുവാണെങ്കിൽ, ഞാൻ പറയുന്ന സ്ട്രാറ്റജി ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പാസ്സാകും. അതിനുവേണ്ട എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ തന്നെ ഇതിനകത്ത് റിവിഷൻ പ്ലാൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങളെ അറിയിക്കും. എങ്ങനെയാണ് നമ്മുടെ റിവിഷൻ പ്ലാൻ വരുന്നത്, അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് ഡെയിലി പഠിക്കേണ്ടത് തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ജൂലൈ 24 ബാച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു 4 മന്ത്സ് മാത്രം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. നവംബർ 24 ഒക്കെ ആകുമ്പോഴത്തേക്ക് 4 മന്ത്സ് ആയി. പിന്നെ ഡിസംബറിൽ എക്സാം. അപ്പോൾ ഇതുവരെ നമുക്ക് ഏകദേശം ഒരു 4.5 മാസം ഉണ്ടെന്ന് പറയാം, 4.5 മന്ത്സ്. ഈ 4.5 മാസം നല്ല രീതിക്ക് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് പഠിക്കുവാണെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് സിംപ്ലി നിങ്ങൾക്ക് പറ്റും. ബോത്ത് ആണല്ലോ മിക്കവരുടെയും ടെൻഷൻ, സിംഗിൾ ഗ്രൂപ്പ് കുഴപ്പമില്ല, ബോത്ത് ആയിരിക്കും ഈ 4.5 മാസത്തിൽ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് പോലെ പഠിക്കുക, ആ റിസോഴ്സസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഈ ബാച്ചിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യം. കാരണം കുറേ പേര് എന്നോട് എൻക്വയറി ചെയ്തു, നമുക്കൊരു ബാച്ചും കൂടി തരാമോ, അല്ലെങ്കിൽ അത് നമുക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു അവസരം കൂടി എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ 24 അടുത്ത ബാച്ച് തുടങ്ങുന്നത്. ഇനി റിസൾട്ട് വന്നതിന് ശേഷം ഒരു 3 to 4 ഡേയ്സിൽ നമ്മുടെ നെക്സ്റ്റ് ബാച്ച് ഓപ്പൺ ചെയ്യും. അത് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ഇതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് അവസരമുണ്ട്, അപ്പോഴും ജോയിൻ ചെയ്യാം. അപ്പോൾ എനിക്ക് ഒന്നുകൂടി പറയാനുള്ളൊരു കാര്യം, നിങ്ങളിപ്പോൾ ഓൾറെഡി എക്സാം എഴുതി നിൽക്കുന്ന കുട്ടികൾ ഇതിനകത്തുണ്ടാവും. നിങ്ങൾക്ക് റിസൾട്ട് വരാൻ ഓഗസ്റ്റ് 15 ആവും. ആ ഒരു ടൈം ഒരു മിഡൊക്കെ ആവും, ഓഗസ്റ്റ് മിഡിലൊക്കെയാണ് എപ്പോഴും റിസൾട്ടൊക്കെ വരിക. അപ്പോൾ അത്രയും സമയം, ഇനി ഏകദേശം ഒരു മാസത്തോളം ഉണ്ട്. ആ സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത്, പഠിക്കുക. നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾക്കൊരു 60% എങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതർവൈസ് സമയം വേസ്റ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. ഇങ്ങനെ ചുമ്മാ വേസ്റ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മളിപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് വാട്ട് എവർ ദ റിസൾട്ട്, അത് നമുക്ക് പാസ്സായിക്കോട്ടെ ഫെയിൽ ആയിക്കോട്ടെ, വെറുതെ ഈ സമയം കളഞ്ഞ് പിന്നെ ഒരു റിഗ്രറ്റ് വരരുത്, പിന്നെ പഠിക്കാൻ സമയമില്ല എന്നുള്ളൊരവസ്ഥ വരരുത്. കാരണം ഓഗസ്റ്റ് 15 റിസൾട്ട് വരുവാന്ന് എക്സ്പെക്റ്റ് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 15, ഒക്ടോബർ 15, നവംബർ 15, ഏകദേശം നിങ്ങൾക്കൊരു 3.5 മാസം മാത്രമേ എക്സാമിന് കിട്ടുള്ളൂ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റിസൾട്ട് വന്നാൽ പിന്നെ 3.5 മാസമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇപ്പോൾ നമ്മൾ പഠിക്കുവാണെങ്കിൽ 4.5 മാസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾക്ക് 3.5 മാസം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ, നിങ്ങൾ ആ സമയത്ത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുമോ. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇതിൽ ഒരുപാട് പേര് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ സിറ്റുവേഷൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ സമയം പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നേ പ്രീ പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിനകത്തൊരു 60% ഹോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മൂവ് ചെയ്ത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതർവൈസ് ജോയിൻ ചെയ്ത് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫീയുടെ കേസ് വരുമ്പോഴത്തേക്കും, ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് നമുക്ക് യൂഷ്വലി CMA ഇൻ്റർമീഡിയറ്റിൽ 2500 എബോവ് ആണ് ഒരു സബ്ജക്റ്റിൻ്റെ ഫീ റേറ്റ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത്രയും ഒരു ഫീ പോലും വരുന്നില്ല. 4500 എൻ്റയർ 4 പേപ്പേഴ്സും അതിൻ്റെ ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി ആൻഡ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഒക്കെ തരുന്നുണ്ട്. ഇതിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഈ വരുന്ന ഡിസംബറിൽ ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, നിങ്ങൾ അത്രയും പാഷനേറ്റ് ആയിട്ടായിരിക്കുമല്ലോ ഈ ഇൻ്റർമീഡിയറ്റിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കവർ ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തോടു കൂടി 2026 എൻഡ് ആകുമ്പോൾ നിങ്ങളെല്ലാവരും CMA ഫൈനലിസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളും അത്രയും വർക്ക് ചെയ്യണം. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ്, ബാക്കിയുള്ള ഒക്കേഷൻസിന് പോകുന്നതൊക്കെ ഒഴിവാക്കുക, മറ്റ് ഗ്യാതറിങ്സ് ഒക്കെ ഒഴിവാക്കി ഇതിന് വേണ്ടി നിന്ന് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് കിട്ടും. അത്രയും പ്രാക്ടീസ് ചെയ്യുക. ആദ്യമേ നിങ്ങൾ 10-12 അവേഴ്സ് ഒന്നും ഇരുന്ന് പഠിക്കേണ്ട. ആദ്യമേ ഒരു 7 അവേഴ്സിന് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഓരോ മണിക്കൂർ വെച്ച് കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് ഈ ഒരു എക്സാംസ് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എൻ്റയർ ഡീറ്റെയിൽസ് കിട്ടും. 24 ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും. എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഇവിടെ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് കൺഫേം ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രം, അതായത് ഇതിൽ ഞാൻ ഓൾമോസ്റ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് തരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. കൺഫേം ആയിട്ടുള്ള സ്റ്റുഡൻസ് ഓൾറെഡി ഞാൻ ഫീസൊക്കെ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തത് പിന്നെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്യണം, ഓരോ കാര്യങ്ങളും സ്പൂൺ ഫീഡ് ചെയ്യാണ്, പഠിച്ചാൽ മാത്രം മതി. സോ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് പോലെ എല്ലാം ഫോളോ അപ്പ് ചെയ്ത് ഇത്തവണ ക്രാക്ക് ചെയ്തെടുക്കും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അതല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് സെൽഫായി പഠിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.